ഉണ്ടായിരിക്കട്ടെ. Evangelion kadishud moranish mashiho gorususo makinisamen yuhanon sligo magresono the magres hayo frukon lulmo വന്നവൻ വരുവാനികനുമായവൻ വാഴ്ത്തപ്പെടാവുന്നു. നമ്മുടെ രക്ഷിക്കാത്തനത്തിന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ വിധേയങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വാസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവേ ചെയ്യുന്നതായി കാണുന്നവയല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവേ ചെയ്യുന്നവയെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുമാർ അവയിൽ ഉപരിയായിട്ടുള്ള പ്രവർത്തികളെയെല്ലാം അവനെ കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്കിഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നതിന് പോലെ തന്നെ പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ടനെ അയച്ചവനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽപ്പെടാതെ മരണത്തെ വിട്ട് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം അദ്ദേഹം വരം കൊടുത്തിട്ടുണ്ട്. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി കൊണ്ട് നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. എന്നാൽ ശവക്കലറി ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടി വരുത്താൻ ചെയ്യുന്ന സമയം വരുന്നു. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമാവുന്ന ശബ്ദത്തിൽ കുറിയലായി സോഹോനെന്ന് ഏറ്റു ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജടങ്ങളുടെയും ദൈവവുമായി മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന അവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധികൾ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ മെസ്സിഹാ തമ്പുരാനെ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെയും മരണഗതി കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിന് ഇടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ അകൽ കർത്തായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിലെത്തിക്കുമാറാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുടുംബനാമത്തില് ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഇത്ര മനോഹരമാക്കുവാൻ കടന്നു വന്ന വൈദികരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്.
എല്ലാവരെയും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കട്ടെ. പ്രത്യേകിച്ച് ഇടവകയുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട മാത്യൂസ് അച്ഛൻ, അച്ഛനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും തക്ക സമയത്ത് എത്തുന്ന വ്യക്തിയേക്കാൾ കുടുംബവുമായി ഏറെ ബന്ധം പുലർത്തുന്ന വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. മടുപ്പ് കൂടാതെ ശുശ്രൂഷിക്കുവാൻ, ദൈവജനത്തെ ദൈവസന്നിധിയിലേക്ക് ഏറെ ശുഷ്കാന്തിയോടെ നയിക്കുവാൻ വന്നിയ വികാരിയച്ഛന് കഴിയുന്നുണ്ട്. വികാരിയച്ഛൻ കാണിക്കുന്ന വലിയ സ്നേഹത്തിന് കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേക വൈദികരുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും ഈ കുടുംബത്തോട് ചേർന്ന് നിൽക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും വാങ്ങിപ്പോയ സഹോദരൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ കുടുംബത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാ വൈദികരെയും ഇത്തരത്തിൽ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ നിര്യാണത്തിൽ വ്യസനിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് സുവിശേഷ സംഘങ്ങൾ പല സമയത്ത് കടന്നു വരികയുണ്ടായി. അവരുടെ ആശ്വാസ വാക്കുകൾ, പ്രാർത്ഥനകൾ ഒക്കെ കുടുംബത്തെ പ്രാർത്ഥനാമുഖരിതമാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സുവിശേഷ സംഘത്തിലുള്ള എല്ലാ വ്യക്തികളെയും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കട്ടെ. ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും കുടുംബനാമത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വീണ്ടും ഈ അപ്പച്ചൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ത്രേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ശേഷിക്കുന്ന ശുശ്രൂഷകൾക്കായി മൃതശരീരം ഇപ്പോൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉത്സലരെ ദൂരത്തെന്തിനു നിൽക്കുന്നേ, നരികിൽ വരുവിൻ, ശ്ലോമോദരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമേൻ പേർക്കായി പാടിടുവീൻ. മൃതിപാതാളകവാടത്തിൽ ബന്ധിച്ചെന്നെ